അതിന് പകരം ഇതൊരു വിശാലമായ സാമൂഹിക അന്തരീക്ഷത്തിൽ പറഞ്ഞതാണ്. അത് മന്ത്രി മുഹമ്മദ് റിയാസ് അടക്കമുള്ളവർ, കോൺഗ്രസ് അടക്കമുള്ളവർ അതിനെ തെറ്റായി വ്യാഖ്യാനിക്കുകയും വിവാദമുണ്ടാക്കാൻ ശ്രമിക്കുകയും ചെയ്യുന്നതാണ്. യഥാർത്ഥത്തിൽ കുടുംബത്തെയോ ഈ അന്നയോ ഒന്ന് അപമാനിക്കാൻ ശ്രമിച്ചതല്ല. തൊഴിൽ സമ്മർദ്ദം ഉണ്ടാകുന്നത് ഒരു പരിധിവരെ ആന്തരികമായ ശക്തി വർദ്ധിപ്പിച്ചും ധ്യാന കേന്ദ്രങ്ങളിൽ നിരന്തരം പങ്കെടുക്കുന്നത് വഴിയും നമുക്ക് നേരിടാൻ കഴിയുമെന്നാണ് സൂചിപ്പിച്ചത് എന്നാണ് ജിജി ജോസഫ് പറയുന്നത്. അതിന് അന്നയുടെ മരണവുമായി ഒരു ബന്ധവുമില്ല എന്നാണ് ജിജി ജോസഫിന്റെ വാദം. 26 വയസ്സുകാരിയായ യുവതി കൊടിയ ചൂഷണത്തിൻ്റെ തൊഴിൽ സമ്മർദ്ദത്തെ തുടർന്ന് മരണപ്പെട്ടുവെന്ന വേദനിക്കുന്ന വാർത്തയ്ക്ക് മുമ്പിലാണ് നമ്മൾ നിൽക്കുന്നത്. ഇത് ഒരു സംഭവം മാത്രമല്ല, രാജ്യത്തിൻ്റെ വിവിധ കോണുകളിൽ നിരവധിയായിട്ടുള്ള അനുഭവങ്ങൾ റിപ്പോർട്ട് ചെയ്യപ്പെട്ടുകൊണ്ടിരിക്കുന്നുണ്ട്. ചിലത് മാധ്യമങ്ങളിൽ വരുന്നു, ചിലത് മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നില്ല. ഇവിടെ തന്നെ ആ അമ്മ ഏറ്റവും ഹൃദയത്തിൽ തട്ടുന്ന നിലയിൽ എഴുതിയിട്ടുള്ള ആ കത്താണ് പലപ്പോഴും ഈ ചർച്ചയെ നമ്മുടെയെല്ലാം ശ്രദ്ധയിലേക്ക് കൊണ്ടുവന്നിട്ടുള്ളത് എന്നുള്ളത് കൂടി കാണേണ്ടതുണ്ട്. ഇവിടെ നിർമ്മലാ സീതാരാമൻ അവരുടെ സ്റ്റേറ്റ്മെൻറ്റിനെ നമ്മൾ കാണേണ്ടത് അവരുടെ സർക്കാർ എടുത്തുകൊണ്ടിരിക്കുന്ന നിലപാടുമായി ചേർത്ത് വെച്ചുകൊണ്ടാണ്. ഇത്തരം സ്ഥാപനങ്ങളിൽ തൊഴിലെടുക്കുന്ന ആളുകൾക്ക് ന്യായമായ അവകാശങ്ങൾ ഉറപ്പുവരുത്തുന്നതിനുള്ള ട്രേഡ് യൂണിയൻ നിയമങ്ങൾ, തൊഴിൽ നിയമങ്ങൾ പൊളിച്ചെഴുതി കോർപ്പറേറ്റുകൾക്ക് എല്ലാ അർത്ഥത്തിലും ചൂഷണം ചെയ്യാൻ പറ്റുന്ന ഒരു സാഹചര്യം ഇന്ത്യ രാജ്യത്ത് രൂപപ്പെടുത്തി കൊടുക്കുന്നതിന് BJP വലിയ പങ്കാണ് വഹിച്ചുകൊണ്ടിരിക്കുന്നത്. BJPക്ക് മുമ്പും തൊഴിലിടങ്ങളിൽ ചൂഷണമുണ്ട്, അതും യാഥാർത്ഥ്യമാണ്. 1936 ചാർലി ചാപ്ലിൻ മോഡേൺ ടൈംസ് എന്ന സിനിമ ലോകത്തിന് മുമ്പിലേക്ക് അവതരിപ്പിച്ചു. വാഷ്റൂമിലേക്ക് പോകാൻ പോലും സമയം കിട്ടാതെ അധ്വാനിക്കേണ്ടി വരുന്ന ഒരു തൊഴിലാളിയുടെ ജീവിത കഥ അതേറ്റവും വേദനയോടുകൂടി അദ്ദേഹം അതിനകത്ത് അവതരിപ്പിക്കുകയുണ്ടായി. മൂലധനത്തിൻ്റെ താല്പര്യം ലോകത്ത് എല്ലായിടത്തും ഒന്നാണ്, അത് തൊഴിലാളിയെ ചൂഷണം ചെയ്യുക എന്നുള്ളതാണ്. ജലത്തിലാണെങ്കിലും ചോരയിലാണെങ്കിലും ലാഭം 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 എന്ന് മാത്രം ചിന്തിക്കുന്ന മൂലധന താല്പര്യം അതെല്ലായിടത്തും നമ്മൾ കാണുകയാണ്. ഇന്ത്യയിൽ BJP ഭരണത്തിൽ അത് വലിയ നിലയിൽ ശക്തിപ്പെട്ടിരിക്കുന്നു. നിങ്ങൾ നോക്കൂ, ഏണസ്റ്റ് എന്നെങ്കിൽ മാത്രമല്ല, നമ്മൾ യാത്ര ചെയ്യുന്ന റെയിൽവേയിൽ അവിടെ നമുക്ക് ഭക്ഷണം തരുന്നതിന് വേണ്ടി വരുന്ന, നമ്മുടെ വിരിപ്പുമായിട്ട് വരുന്ന, മറ്റ് സഹായങ്ങളുമായിട്ട് വരുന്ന തൊഴിലാളിയുടെ മുഖത്തേക്ക് നോക്കൂ. ആ തൊഴിലാളിക്ക് കിട്ടുന്ന സാലറി എത്രയാണ്? 8,000 രൂപ, 9,000 രൂപ, 10,000 രൂപ ഇടനിലക്കാർ അടിച്ചെടുക്കുന്നു. അതിലൊരു പങ്ക് BJPക്ക് സംഭാവനയായിട്ടും കൊടുക്കുന്നു എന്നാണ് കേൾക്കുന്നത്. എയർപോർട്ടുകളിൽ അവിടെ തൊഴിലെടുക്കുന്ന തൊഴിലാളിയുടെ സ്ഥിതി എന്താണ്? അവർക്ക് കൊടുക്കുന്ന വേതനം എത്രയാണ്? അവർ യൂണിയൻ ഉണ്ടാക്കി കഴിഞ്ഞാൽ ന്യായമായ ശമ്പളം വേണമെന്ന് പറഞ്ഞാൽ അവർക്കുണ്ടാകുന്ന അവസ്ഥ എന്താണ്? കഴിഞ്ഞ ദിവസം ഞാൻ ഡൽഹി എയർപോർട്ടിലെ ഒരു തൊഴിലാളിയായിട്ട് സംസാരിച്ചു. ഞാൻ അവരോട് യൂണിയൻ്റെ ആവശ്യകതയെക്കുറിച്ച് സംസാരിച്ചപ്പോൾ അദ്ദേഹം പറഞ്ഞു, ഞങ്ങൾ യൂണിയനെക്കുറിച്ച് ഇവിടെ സംസാരിച്ചാൽ ഞങ്ങൾ ഹൈദരാബാദിലേക്ക് മാറ്റും. ഹൈദരാബാദിൽ ഞങ്ങൾക്ക് അല്പമെങ്കിലും പിടിച്ചു നിൽക്കാൻ തോന്നിക്കഴിഞ്ഞാൽ ഹൈദരാബാദിൽ നിന്ന് അവർ കൽക്കട്ടയിലേക്ക് മാറ്റും, പിന്നെ ഞങ്ങൾക്ക് ജോലിയില്ലാതാകും. തൊഴിലാളിയെ ഏറ്റവും നികൃഷ്ടമായ നിലയിൽ ചൂഷണം ചെയ്യുന്നതിന് വേണ്ടിയുള്ള അവസ്ഥ രൂപപ്പെടുത്തി കൊടുക്കുകയാണ് നിർമ്മലാ സീതാരാമൻ്റെ സർക്കാർ ചെയ്തുകൊണ്ടിരിക്കുന്നത് എന്നുള്ളതാണ് നാം ഇപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് അവരുടെ വാക്കുകളിൽ നമുക്ക് അത്ഭുതപ്പെടുന്നതിനുള്ള യാതൊരു വകയുമില്ല. ഇവിടെ തൊഴിലിടങ്ങളിൽ ഏതെല്ലാം നിലയിലാണ് ചൂഷണം ചെയ്യപ്പെടുന്നത്? സ്ത്രീകൾ എന്ന നിലയിൽ ചൂഷണം ചെയ്യപ്പെടുന്നു. അവർ വിവാഹം കഴിച്ചു കഴിഞ്ഞാൽ പുതിയ പ്രൊജക്റ്റുകളിലേക്ക് അവരെ ഉൾപ്പെടുത്തുന്നില്ല. അവരെ പുതിയ പ്രൊജക്റ്റുകളിൽ നിന്ന് മാറ്റി നിർത്തിക്കൊണ്ട് അവരെ വലിയ നിലയിലുള്ള വിവേചനത്തിന് ഇരയാക്കുകയാണ്. കാരണം അവർ ഗർഭിണിയാവാൻ സാധ്യതയുണ്ട്, പ്രസവിക്കാൻ സാധ്യതയുണ്ട് എന്ന കണക്കുകൂട്ടലിൽ അടിസ്ഥാനപ്പെടുത്തിയാണ് അവരെ മാറ്റി നിർത്തുന്നത്. വിവാഹിതയായ സ്ത്രീകളെ തൊഴിലെടുത്ത് നിന്ന് മാറ്റി നിർത്തുന്ന, പ്രൊമോഷൻ നൽകാതിരിക്കുന്ന നിരവധിയായിട്ടുള്ള റിപ്പോർട്ടുകൾ നമ്മുടെ മുമ്പിലേക്ക് വരികയാണ്. 8 മണിക്കൂർ ജോലി, 8 മണിക്കൂർ വിശ്രമം, 8 മണിക്കൂർ വിനോദം എന്നുള്ളത് പതിറ്റാണ്ടുകൾക്ക് മുമ്പ് ലോകത്തിലെ തൊഴിലാളികൾ വിളിച്ചിട്ടുള്ള മുദ്രാവാക്യമാണ്. Debate with Arun Kumar.